Hello all, welcome to another video. നമുക്ക് ഇന്ന് മോട്ടോർ ഫ്രെയിംസ് അഥവാ മോട്ടോർ ഷാസിയെ പറ്റി ഒന്ന് പരിചയപ്പെടാം. സോ വിത്തൗട്ട് ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഫ്രെയിം? ഫ്രെയിം എന്നാൽ നമ്മുടെ ബോഡിക്ക് സ്കെലറ്റൽ സിസ്റ്റം പോലെ. സ്കെലറ്റൽ സിസ്റ്റം എന്താ ചെയ്യാറ്? സ്കെലറ്റൽ സിസ്റ്റം നമ്മളുടെ ഓർഗൻസിനെ സേഫായും സെക്യൂർഡായിട്ടും ഹോൾഡ് ചെയ്ത് വയ്ക്കാറുണ്ട്. അതുപോലെ ഫ്രെയിംസ് മോട്ടോർ സൈക്കിൾസിൽ അതേ സെയിം ഫങ്ഷനാണ് ആക്ട് ചെയ്യുന്നത്. അതെന്താന്നാൽ നമ്മളുടെ എൻജിൻ, നമ്മുടെ ഗിയർ ബോക്സ്, നമ്മുടെ സസ്പെൻഷൻ, അങ്ങനെ വരുന്ന എല്ലാം, ഈവൻ ഇലക്ട്രോണിക്സ്, എല്ലാ സാധനങ്ങളും അതിനെ ഒരു ഹോൾഡ് ചെയ്ത് ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഫ്രെയിംസ് അഥവാ ഷാസി യൂസ് ചെയ്യപ്പെടുന്നത്. പലതരം ഫ്രെയിംസ് ഉണ്ട് മാർക്കറ്റിൽ. അതിൽ തന്നെ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന അഥവാ നമുക്ക് പരിചയമുള്ള മോട്ടോർ സൈക്കിൾസിൽ കണ്ടുവരുന്ന ഫ്രെയിംസ് എന്താണെന്നുള്ളതാണ്. പലതരം ഫ്രെയിമുകളുണ്ട്. അതിലെ ആദ്യത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ബാക്ക് ബോൺ ഫ്രെയിമാണ്. എന്താണ് ബാക്ക് ബോൺ ഫ്രെയിം? ബാക്ക് ബോൺ എന്താണ്? ബാക്ക് ബോൺ നമ്മളുടെ നട്ടലാണ്. അതുപോലെ തന്നെ നട്ടൽ പോലെ തന്നെ കറക്റ്റ് സെൻട്രലിൽ കൂടെ ഒരു ട്യൂബ്, ഒരു പൈപ്പ് പോകുന്നുണ്ടോ, അതാണ് ബാക്ക് ബോൺ. ബൈക്കിൻ്റെ ഫുൾ സ്ട്രെങ്ത്തും ആ ബാക്ക് ബോണാണ് ബെയർ ചെയ്യുന്നത്. ഇതിലോട്ട് എൻജിൻ, മറ്റു പാർട്ടുകളെല്ലാം ഇതിലോട്ട് ഘടിപ്പിക്കുക. ഇതിൻ്റെ ആക്ച്വലി സ്റ്റാർട്ടിങ് വരുന്നത് നമ്മളുടെ ഹെഡ് ട്യൂബ് അഥവാ നമ്മളുടെ ഹാൻഡിലിൻ്റെ പിവട്ട് ആണ് ഹെഡ് ട്യൂബ് എന്ന് പറയുന്നത്. ആ പിവട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ ഹെഡ് ട്യൂബിൽ നിന്ന് നേരെ താഴോട്ട് നമ്മളുടെ സ്വിംഗ് ആമിലേക്ക് കണക്ട് ചെയ്യപ്പെടും. സോ ആ പൈപ്പാണ് മെയിൻ പൈപ്പ് ബാക്ക് ബോണായിട്ട് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത് ബാക്ക് ബോൺ ഫ്രെയിം എന്നറിയപ്പെടുന്നത്. ഇത് ഹോണ്ട CD70 അങ്ങനത്തെ ബൈക്കുകളിലാണ് കണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ഹോണ്ട CD70 എന്ന് പറയുന്നത് നമ്മളുടെ ഹീറോ ഹോണ്ട CD100ൻ്റെ പ്രെഡിസിസറാണ്. അതിപ്പോൾ കാണാനില്ല, അങ്ങനത്തെ ഫ്രെയിമുകൾ കാണാനില്ല. കാര്യം അത് സ്ട്രെങ്ത്ത് ഒരുപാട് കുറവാണ്. അതിൽ നിന്ന് ഒരു മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിലാണ് ക്രാഡിൽ ഫ്രെയിംസ് വരുന്നത്. അപ്പോൾ ക്രാഡിൽ ഫ്രെയിം അഥവാ ക്രാഡിൽ എന്താണ്? ക്രാഡിൽ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിലാക്കുമ്പോൾ അതിനെ തൊട്ടിലാണ് ക്രാഡിൽ. തൊട്ടിൽ എന്താണ് ചെയ്യുന്നത്? അതിനെ താഴെ നിന്ന് താങ്ങുക. സെയിം പരിപാടിയാണ് നമ്മളുടെ ക്രാഡിൽ ഫ്രെയിംസും ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് ബോൺ ഉണ്ട്, നേരത്തെ കണ്ട ഇമേജിലുള്ളതുപോലെ ബാക്ക് ബോൺ ഉണ്ട്. ബാക്ക് ബോണിൽ നിന്ന് ഒരു ഡൗൺ ട്യൂബ് വരും. അപ്പോൾ ഡൗൺ ട്യൂബിലേക്ക് ബാക്ക് ബോണും ഡൗൺ ട്യൂബിൻ്റെ ഇടയ്ക്ക് നമ്മൾ എൻജിനെ ഘടിപ്പിച്ച് നിർത്തുമ്പോഴാണിത് സിംഗിൾ ക്രാഡിൽ ഫ്രെയിം ആവുന്നത്. സോ ഈ സിംഗിൾ ക്രാഡിൽ ഫ്രെയിം പൊതുവെ കണ്ടുവരുന്നത് റോയൽ എൻഫീൽഡിൻ്റെ നമുക്ക് സ്ഥിരം കാണുന്ന വണ്ടിയാണ് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350, ഹോണ്ട ഷൈൻ, ഇതിലൊക്കെ സിംഗിൾ ക്രാഡിൽ ഫ്രെയിമാണ് യൂഷ്വലി കണ്ടുവരുന്നത്. അപ്പോൾ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത ഡെറിവേറ്റീവാണ് ഡബിൾ ക്രാഡിൽ ഫ്രെയിം. അപ്പോൾ സിംഗിൾ ക്രാഡിൽ ഫ്രെയിമിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവാണ്. കാര്യം ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നില്ല, പൈപ്പുകളാണ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കോസ്റ്റ് ആവുന്നില്ല ഉണ്ടാക്കാൻ. പക്ഷേ ഇതിന് ഒരുപാട് സ്ട്രെങ്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ഡെറിവേറ്റീവാണ് ഞാൻ പറഞ്ഞ പോലെ ഡബിൾ ക്രാഡിൽ ഫ്രെയിം. അതിൽ ഡൗൺ ട്യൂബിൽ നിന്ന് രണ്ട് ഡൗൺ ട്യൂബായി വരും. അപ്പോൾ രണ്ട് ട്യൂബ് വരുന്നതുകൊണ്ട് അത് ഡബിൾ ക്രാഡിലായി. ഇപ്പോൾ രണ്ട് തരത്തിൽ നിന്ന് ഒരു താങ്ങ് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ പൾസർ സീരീസ് മൊത്തവും ഡബിൾ ക്രാഡിൽ ഫ്രെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ നമ്മൾ ഇനി ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. താഴെ കൂടെ രണ്ട് ഫ്രെയിം, ഫ്രണ്ടിൽ നമ്മുടെ ക്രാഷ് ഗാർഡ് കണക്ട് ചെയ്യുന്ന ആ ഒരു രണ്ട് പൈപ്പായിട്ടാണ് പോകുന്നത്. പൊതുവേ റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 നടുക്കൂടെ ഒരു പൈപ്പാണ് പോകുന്നത്. അതാണ് സിംഗിൾ ക്രാഡിലും ഡബിൾ ക്രാഡിലും. അപ്പോൾ സിംഗിൾ ക്രാഡിലിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരുപാട് സ്ട്രെങ്ത്ത് താങ്ങാനാവില്ല എന്നുള്ളതാണ്. അതിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്തിട്ടാണ് ആക്ച്വലി ഡബിൾ ക്രാഡിൽ വരുന്നത്. കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതും കോസ്റ്റ് എഫക്റ്റീവാണ്. ഒരുപാട് ഹെവി യൂസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതാണ് അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ഇൻ്റർസെപ്റ്റർ 650ലും ഡബിൾ ക്രാഡിലാണ് യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഫ്രെയിമാണ്. അപ്പോൾ നമുക്കിപ്പോൾ എൻജിനെ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം. ഒരു ബ്ലോക്കാണ്. അപ്പോൾ എൻജിനെ അതിൻ്റെ പെരിമീറ്ററിൽ കൂടെ, അതായത് ഔട്ടർ കവറിൽ കൂടെ ഒരു ഫ്രെയിം പോവുകയാണെങ്കിൽ അത് പെരിമീറ്റർ ഫ്രെയിമാണ്. ഇത് ആക്ച്വലി അലൂമിനിയം പെരിമീറ്റർ ഫ്രെയിമൊക്കെ ഹൈ എൻഡ് വണ്ടികളിലൊക്കെ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് സൂപ്പർ ബൈക്കുകളിൽ കണ്ടുവരുന്ന
ഒരു ടൈപ്പ് ഫ്രെയിമാണ് പെരിമീറ്റർ ഫ്രെയിം. അതിൻ്റെ തന്നെ നമുക്ക് പരിചയമുള്ള വണ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബജാജ് ആണ് ആക്ച്വലി ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിൽ ബജാജ് ആണ് ആക്ച്വലി ഒരു പെരിമീറ്റർ ഫ്രെയിം കൊണ്ടുവരുന്നത്. NS200 പിന്നെ ഡോമിനാറിലൊക്കെ നമുക്ക് പെരിമീറ്റർ ഫ്രെയിമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് പിന്നെ പരിചയമുള്ളതെന്ന് വെച്ചാൽ R15 വളരെ പേര് കേട്ടൊരു ഫ്രെയിമാണ് ഡെൽറ്റ ബോക്സ് ഫ്രെയിം എന്ന് പറയുന്നത് ഒരു പെരിമീറ്റർ ഫ്രെയിമാണ്. ഇനി വരുന്നതെന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ഫ്രെയിമിൻ്റെ തന്നെ കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞ ഒരു ഓൾട്ടർനേറ്റീവാണ് ആക്ച്വലി ട്രെല്ലിസ് ഫ്രെയിം. അപ്പോൾ ട്രെല്ലിസ് ഫ്രെയിം എന്താണ് നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം. ട്രെല്ലിസ് ഫ്രെയിം എന്ന് പറയുന്നത് നമ്മൾ RR310 കാണുന്ന ഒരു ടൈപ്പ് ഫ്രെയിമാണ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും പരിചയം ഉണ്ടാവുക ഡ്യൂക്കിൻ്റെ ആ ഓറഞ്ച് പൈപ്പുകളാണ്. ഈ ഡ്യൂക്കിൻ്റെ ഓറഞ്ച് പൈപ്പുകളാണ് ആക്ച്വലി ട്രെല്ലിസ് ഫ്രെയിം. അതും പെരിമീറ്റർ ആയിട്ടാണ് ഘടിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ പെരിമീറ്ററും ട്രെല്ലിസ് ഫ്രെയിമും ആക്ച്വലി ഓൾമോസ്റ്റ് സെയിം ഫ്രെയിംസ് തന്നെയാണ്. പക്ഷേ വെയിറ്റ് റിഡക്ഷൻ പൈപ്പ് കൊണ്ടുണ്ടാക്കുന്ന പെരിമീറ്റർ ഫ്രെയിമിനെ നമ്മൾ പൈപ്പ് കൊണ്ടുണ്ടാക്കിയാൽ ട്രെല്ലിസ് ഫ്രെയിം. ഇതിലോട്ടാണ് നമ്മൾ എൻജിൻ പിടിപ്പിക്കുന്നത്. അടിയിൽ നിന്നൊരു സപ്പോർട്ട് ഉണ്ടാവില്ല, എല്ലാം ഇതിലോട്ട് ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് നേരെ നടുക്കൂടെ നേരെ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഫ്രെയിമുകൾ കാണുന്ന പോലെ ഏറ്റവും ബാക്കിൽ നമ്മളുടെ സ്വിംഗ് ആം ഇതിലോട്ട് ഘടിപ്പിക്കപ്പെടുന്നു. ഫ്രണ്ട് ഹെഡ് ട്യൂബിൽ നിന്ന് സ്വിംഗ് ആം വരെ ഇങ്ങനെ പോകുന്നുണ്ടാവും. അതിൽ നിന്ന് ടെയിലും വരുന്നുണ്ടാവും. സസ്പെൻഷൻ എല്ലാം അതിലോട്ട് തന്നെ ആയിരിക്കും കണക്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് വളരെ വെയിറ്റ് കുറവാണ്. പെരിമീറ്റർ ഫ്രെയിം പോലെ തന്നെയാണ്, പക്ഷേ വെയിറ്റ് കുറവാണ്. ആ ഒരു ഓൾട്ടർനേറ്റീവാണ് ആക്ച്വലി മോണോകോക്ക് ഷാസി എന്ന് പറയുന്നത്. മോണോകോക്ക് ഷാസിയുടെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മളുടെ കോഴിമുട്ടയുടെ എഗ്ഷെൽ എന്ന് പറയുന്നത് ഒരു ഒറ്റ സ്ട്രക്ചർ ഈക്വലായിട്ട് ലോഡ് ബെയർ ചെയ്യുന്നതാണ്. ഇത് തന്നെയാണ് നമ്മളുടെ മോണോകോക്ക് ഷാസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോണോകോക്ക് ഷാസിയുടെ തന്നെ ഈ ഫ്രെയിമിൻ്റെ ഈ ലോഡ് ബെയറിംഗ് ഫ്രെയിമിൻ്റെ ഒരു പാർട്ടായിട്ടാണ് എൻജിനും വരുന്നത്. അപ്പോൾ എന്താണ് മോണോകോക്ക് ഫ്രെയിം എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് കാണുമ്പോൾ ആക്ച്വലി പെരിമീറ്റർ ഫ്രെയിമായിട്ട് തോന്നുമെങ്കിലും ഇത് ആക്ച്വലി എൻജിനും ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് എൻജിനിലോട്ടാണ് എല്ലാം കൊണ്ട് ഘടിപ്പിക്കുന്നത്. അതാണ് മോണോകോക്ക് ഫ്രെയിം. മോണോകോക്ക് ഫ്രെയിം പൊതുവേ ഇന്ത്യൻ ഇന്ത്യൻ മാനുഫാക്ചറേഴ്സ് യൂസ് ചെയ്യുന്നില്ല. കാര്യം ഇത് വളരെ എക്സ്പെൻസീവാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഡുക്കാട്ടിയുടെ പാനികാലെ 1199 അങ്ങനത്തെ ഹൈ എൻഡ് വണ്ടികളിലാണ് യൂഷ്വലി ഇത് കണ്ടുവരുന്നത്. ഇത്രയും കൊണ്ട് നമുക്ക് ഒരുവിധം ഫ്രെയിമുകൾ എന്താണെന്ന് പഠിക്കാനല്ല ഒന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇതിനെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.